ഇന്ന് ലാലേട്ടൻ വന്ന് ജാസ്മിനെ എടുത്തിട്ട് അലക്കി എന്നൊക്കെ പറയില്ലേ, അതായത് ഇങ്ങനെ വാരിയെടുത്ത് നിലത്തടിച്ച ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ ഇന്ന് പോയിരിക്കുന്നത്. അതായത് ഹൈജീൻ്റെ പ്രശ്നത്തിൽ തന്നെ ജാസ്മിൻ ഇപ്പോൾ വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാ പ്രേക്ഷകർ മാത്രമല്ല, അല്ലാത്തവരും ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പം ലാലേട്ടൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് അത് പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ജാസ്മിന് വലിയൊരു നാണക്കേടാണ്. ഈ 13 ലക്ഷത്തോളം ഏറ്റവും വലിയ ഒരു പ്രേക്ഷക വ്യൂവർഷിപ്പാണ് ആ ലാലേട്ടൻ്റെ വീഡിയോയ്ക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഒരു ഇമ്പാക്റ്റാണ് ഈ ഒരു കാര്യം ജാസ്മിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ ജിൻഡോ തന്നെയാണ്. അപ്പോൾ ജിൻഡോയാണിത് ആരും പോലും ചിന്തിക്കാത്ത ഒരു പോയിന്റ് അവിടെ എടുത്തിട്ടത്. ജാസ്മിൻ ബാത്റൂമിൽ കാല് കഴുകാതെ പോകുന്നു, എന്നിട്ട് ബാത്റൂമിലെ ചെളിയും വെള്ളവും എല്ലാം അതേപടി കാലിൽ കൊണ്ടുവന്ന് സോഫയിലിരിക്കുന്നു എന്നൊക്കെ വ്യക്തമായ പോയിന്റാണ് ജിൻഡോ അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിലൂടെ ജിൻഡോ വളരെ സമർത്ഥമായിട്ട് തൻ്റെ എതിരാളികളെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ എന്താ പറയുക, നീതിയുക്തമായ രീതിയിൽ തന്നെയാണ് ജിൻഡോ കളിക്കുന്നത്. പക്ഷേ ഇതിൽ പ്രകോപിതയായ ജാസ്മിൻ ജിൻഡോയെ ഇങ്ങനെ വളരെ അസഭ്യമായ രീതിയിൽ അവഹേളിക്കുന്നു. അങ്ങനെ ഷൊട്ട എന്ന് വിളിക്കുന്നു, പിന്നെ കറുത്ത മത്സ്യകന്യക, അങ്ങനെ എല്ലാം കൈവിട്ടു പോവുകയാണ്. ഈ ജിൻഡോയോടുള്ള വെറുപ്പ് കാരണം എല്ലാം കൈവിട്ടാണ് ജാസ്മിൻ കളിക്കുന്നത്. പ്രൊവോക്ക് ചെയ്ത് ജാസ്മിൻ അതിരുകൾ ലംഘിച്ചാണ് അവിടെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അതോടുകൂടി എന്താണ് സംഭവിച്ചത്? ജാസ്മിൻ്റെ ആ പ്രതിച്ഛായ ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പ്രേക്ഷക സമൂഹത്തെ ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ജാസ്മിനെതിരായിട്ട് ഇങ്ങനെ കൂടുതൽ പ്രേക്ഷകരെ ഇങ്ങനെ കൊണ്ടുവരാൻ ജിൻഡോയ്ക്ക് സാധിച്ചു. അത് ജിൻഡോയുടെ മിടുക്കാണ്. ജിൻഡോ ഇവിടെ ബുദ്ധിപരമായിട്ടാണ് കളിക്കുന്നത്. പ്രകോപിതനാകുമെങ്കിലും ജിൻഡോ ഉപയോഗിക്കുന്ന വാക്കുകൾ ആ സഭ്യതയുടെ ആ ലിമിറ്റിലാണ് ജിൻഡോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ജിൻഡോയ്ക്ക് വ്യക്തമായിട്ട് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അതായത് ജാസ്മിനെ പ്രകോപിപ്പിക്കുന്നു, ജാസ്മിൻ്റെ ആ മോശം കാര്യങ്ങൾ വായിൽ നിന്ന് പുറത്തു വരുന്നു. അതോടുകൂടി ജാസ്മിൻ ഈ ജനങ്ങൾക്ക് മുമ്പിൽ തകർന്നടിയുന്നു. ജിൻഡോ പയ്യെ ഓരോ പടിയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറുന്നു. തൻ്റെ എതിരാളികളായ ആളുകളെ സമർത്ഥമായിട്ട് ഇങ്ങനെ പ്രേക്ഷക സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടി വിജയം നേടുന്നു എന്നുള്ളതാണ് ജിൻഡോയുടെ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഗെയിം പ്ലാൻ. അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ ടോട്ടൽ ഒരു വില്ലത്തി ആയിട്ട് പ്രേക്ഷക സമൂഹത്തിൻ്റെ മുന്നിൽ മാറിയിരിക്കുകയാണ്. ഓരോ കാര്യങ്ങൾ ജിൻഡോ ജാസ്മിനെതിരെ പുറത്തെടുക്കുന്നുണ്ട്, നോറയ്ക്കെതിരെയും പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ നൈസായിട്ട് ജിൻഡോ പ്രേക്ഷകരെ ജാസ്മിനെതിരാക്കി. അപ്പോൾ ജാസ്മിൻ ഇനി വില്ലത്തിയായിട്ട് മാത്രമേ തുടരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഷോയുടെ ഒരു എൻ്റർടൈൻമെൻറ്റിന് ഹീറോയും വേണം, വില്ലനും വേണം. അപ്പോൾ അവസാനത്തെ ഒരു ടോപ്പ് 5 ജാസ്മിൻ അല്ലെങ്കിൽ ടോപ്പ് 3 വരെ ജാസ്മിൻ എത്തും. അത് കഴിയുമ്പോൾ വില്ലത്തി തന്നെ ആയതുകൊണ്ട് കപ്പ് കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പിക്കാം. കാരണം വേറൊന്നുമല്ല, ജേതാവാകാൻ ഏറ്റവും അത്യാവശ്യം പ്രേക്ഷക വോട്ടാണ്. അത് ജാസ്മിൻ ഇനി ടോപ്പ് 3 വരാൻ സാധ്യതകൾ ഒട്ടുമില്ല. നേരെ മറിച്ച് ജിൻഡോയ്ക്ക് എങ്ങനെ പ്രേക്ഷക മനസ്സുകളെ കീഴടക്കി സ്വാധീനിക്കാമെന്ന് വളരെ വ്യക്തമായി അറിയാം. അതനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ഗെയിം പ്ലാനും ഓരോ ദിവസവും മുമ്പോട്ട് പോകുന്നത്.